ഗായ്സ് വെൽക്കം ടു ചാനൽ. ഇന്ന് നമ്മൾ കളിക്കണം മൈൻക്രാഫ്റ്റ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ വീട് കെട്ടി. ചെറിയ വീടാണ്, നിങ്ങൾ വിചാരിക്കാൻ അത്ര വലുതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഇത്ര ദിവസം വീഡിയോ ചെയ്ത ഗ്രൈൻഡിങ് ആയിരുന്നു. ഗ്രൈൻഡിങ് അപ്പോൾ എൻ്റെ വീട് കാണിച്ച് തരണം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഞാനൊരു മെൻറ്റിങ്ങിൻ്റെ ബുക്കിൻ്റെ ആൾക്കാരെ ഒപ്പിച്ച് മറ്റേ മെൻറ്റിങ്ങിൻ്റെ വില്ലേജർ എൻ്റെ വീട് കാണണ്ട. പിന്നെ ഞാൻ പുതിയ സ്കിൻ എടുത്ത് ഇങ്ങനെയല്ല ഇങ്ങനെ കണ്ട ഗൈസ്, ഒരു DJ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇങ്ങനെയുണ്ട് കമൻറ്റ്. സെറ്റാണ് സാധനം. നമ്മുടെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അല്ലേടാ വീട്. അപ്പോൾ ഗൈസ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടെ. അപ്പോൾ എൻ്റെ വീട് കാണാൻ പോകാൻ എങ്ങനെയുണ്ട്? ചെറിയൊരു വീട്. ഇതിനാണ് ഈ ചെറിയൊരു വീട് കെട്ടാനാണ് ഇത്രയും ദിവസം ഉണ്ടായിട്ട് കെട്ടാനല്ല ഗൈസ്, ഗ്യാതറിങ്. ചില സംഭവങ്ങളൊന്നും ഞാൻ ഇതാക്കിയില്ല ഗൈസ്. കുറേ സംഭവങ്ങൾ അവർ ഇതൊക്കെ വേണം സീലാക്റ്റൻ മറ്റേ മോണിമെൻറ്റിൽ മാത്രം കിട്ടും. അത് ഇതിൻ്റെ അടി വെക്കണം, അതൊന്നും എൻ്റെ ഇല്ല. പക്ഷെ ഒരിക്കൽ പോകണം ഗൈസ് നമുക്ക്. ഇതാണ് ഗൈസ് മെൻറ്റിങ് വില്ലേജർ. ഇതിൻ്റെ അടിയിൽ തന്നെ 2 വേറെ വില്ലേജർ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇതിലൊപ്പിച്ചാണ്. പിന്നെ ഇവിടെ സ്റ്റോറേജ്, പിന്നെ അത് ഇവിടെ ഒരു വലിയൊരു റൂം. പിന്നെ പുറത്തോടെയാണ് നമ്മുടെ ഇത് കയറേണ്ടത്. നമ്മളിവിടെ കൂടെ കയറുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈടാ സീനാണ് സീന് ശരിയല്ലേ. പിന്നെ ഇവിടെ ബാൽക്കണി, ഇവിടെ നമുക്ക് ഇങ്ങനെ ചായ കുടിക്കാം. പിന്നെ ഇവിടെ വേറൊരു ഇത് ഇവിടെ ഇത് കഴിച്ച് നമുക്ക് സൺസെറ്റ് കാണാം. വാവ്, സൺ എവിടെയാടാ പറയുമ്പോലെ? അവിടെ സൺസെറ്റ് അവിടെയാ. ശേ, എന്താ സൺ ഇവിടെ അവിടെ സൺസെറ്റ് ഇവിടെ കാണാം. അമ്മ സെക്കൻഡ് അടുത്ത് കാണിക്കാം. ആ പോർട്ടലിൻ്റെ ആണ് ഈ സാധനം. അവിടെ നമുക്ക് കാർപ്പറ്റ് വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ 3rd ഫ്ലോർ ശബരിമല പോലെയാണ് ഗൈസ് എൻ്റെ വീട്. ബെഡ് കെട്ടുക, ബെഡ്. ഇത് വേറൊരു വീട്. എന്തുവാടെ എൻ്റെ കാര്യം പറഞ്ഞു ഗൈസ്. കുറേ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ ഈ കോൺക്രീറ്റ് ഒക്കെ കിട്ടിയത്. കോൺക്രീറ്റ് ഞാൻ മറ്റേ ഗ്രാവലിനോട് കുറേ പോയിട്ട് ഒരു ഗ്രാവലിൻ്റെ ഒരു മല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഗ്രാവലിൻ്റെ ഒരു മല കണ്ടുപിടിച്ചു. അതൊന്നും ഞാൻ നോർമൽ മലയിൽ മൊത്തം ഗ്രാവൽ ഗൈസ് സെറ്റ് സാധനമായിരുന്നു. അവിടെ നിന്ന് കുറേ ഞാൻ മൈൻഡ് ചെയ്തു. ഷവല എടാ നിൻ്റെ അല്ല ഷവലിരിക്കണേ, സിൽട്ടത് ഷവൽ പറ്റി ഗൈസ് സെറ്റായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് എടുത്താണ് ഗൈസ്. നമ്മൾ മുമ്പ് കൊണ്ടുവരുന്ന ഒരുത്തനെ സോംബി കടിച്ച് മൊത്തം മൂഞ്ചി. എനിക്ക് റൂമില്ലേ അത്. അപ്പൊ കാണിച്ചു വാ, ഇങ്ങോട്ട് വാ. ഇവിടെ കിടന്നോ ശരി വാ. ഓ ശരി, ഞാൻ കുളിച്ചിട്ട് 2-3 വർഷമായി. കുളിക്കട്ടെ. അശേ നീ നിന്നേ. ഡ്രസ് ഊരി കുളിക്കടാ. അയ്യേ ഇത് പൊട്ടൻ ഇപ്പള ഒറിജിനൽ ദിശായേ. വലിച്ചു കിടക്ക്. എടാ അതിന്റെ ആർമർ ഇല്ലാത്തോണ്ട് എനിക്ക് ഇത്ര ഹാർട്ട് പറഞ്ഞേ. അടിക്കാൻ കിട്ടുന്നില്ല. എന്ത് കോപ്പാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഈസി ഇവിടെ ചെയ്തേ. പിന്നെ ഞങ്ങൾ നേതറിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ട്രൈഡന്റ് കൂടെ കിട്ടി. ഇതുകൊണ്ട് ഇവനെടുത്തില്ല. ഇങ്ങോട്ട് ഹാൻഡ്സ് അപ്പ് ചെയ്യുന്നത്
തീർത്ത് കളയും. അറിഞ്ഞൂടാ. ഇവിടെ പോളിക്ക് നോക്കി. ഇമോട്ടിയിലേടാ ഇമോട്ടി. ഓ ഇമോട്ട്. ഇമോട്ട് ഇങ്ങനെയല്ലേ ഇടുക? ഹായ് ഹായ് കാണിക്ക് ഹായ് കാണിക്ക്. എന്ത് തോന്നുന്നു? ഹായ് കാണിക്കടി ഇമോട്ട്. അതെ അതെ എന്താ ഇതെങ്ങനെയുണ്ട്? അയ്യോ എന്ത് തോന്നുന്നു? ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയാ? അത് പൊട്ടാൻ കാണിച്ചേ. മാറി ഞാൻ ഇത് കാണിക്കാം. എടാ ഞാനല്ല നീ കൊന്നു. ഞാനല്ല അടിച്ചേ. നീ കൊന്നു എടാ. ആരും പറഞ്ഞില്ല ആരാമായിട്ട് കൊണ്ട് തോമസിനെ നീ കൊന്നെ. ഞാൻ പോവാ. നോക്കുമ്പോട്ട് ചവറ് തെറിയെടുത്തു. നീ കൊന്നെ. എടാ അരഹാട്ടും കൊണ്ട് എന്റെ തോമസ് 6 മണിക്ക് അടിച്ചവനെ എങ്ങനെ ചെയ്യും? നീ കൊന്നെ. ഞാൻ പറയും ഞാൻ വരുമ്പോൾ ഈ ടാറ്റ കാണിക്കാൻ ഗൈസ്. പിന്നെ ഈ സൈഡിൽ നിന്ന് വരിക പെട്ടെന്ന് മതി. ഇപ്പം എല്ലാം ഡീസ്പോൺ ആയിട്ട് ആ എക്സ്പോ മാത്രം ചെറുതായിട്ട് അടിച്ചു മാറ്റാല്ലേ. എന്റെ വീട് കണ്ടോ ദൂരത്തുനിന്ന് കാണുന്ന മോനെ. നീ എവിടുന്നാ വരുന്നത്? നമ്മുടെ ഈ മോഡേൺ ടീമായിരിക്കും ഗൈസ്. എല്ലാം ഉണ്ടാക്കും. ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കും. മോഡേൺ തീമിലായിരിക്കും ഉണ്ടാക്കുക. അയ്യോ ട്രൈഡന്റ് പോയി. നിന്റെ ട്രൈഡന്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? എവിടെ ട്രൈഡന്റ്? എടുത്തല്ലേ ഇതുകൊണ്ടൊന്ന് പെട്ടെന്ന് നോക്കോ. അല്ലെങ്കിൽ ഇപ്പൊ സാധനം ഡീസ്പോൺ ആവും. ഓ ചെക്കനെല്ലാം എടുത്ത്. നിന്നോട് ആരെയും പറഞ്ഞു ആരാട് കൊണ്ട് തോമസിനെ വെച്ച് അടിക്കാൻ? ആ സൈഡ് നെതറൈറ്റ് കിടന്നു. തുരുമ്പെടുത്ത് നെതറൈറ്റ് എന്റെ തമാശ എടുത്ത് അടിക്കരുത്. അടിച്ച നിന്തിടാ പിക്കാക്സ് എടുത്ത് തിന്നി. ഞാനും എന്തെങ്കിലും സംഭവിക്കണ്ട. എനിക്ക് പാട്ട് പാടണോ റാസ്കൾ? വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം തീർന്നെ. എനിക്കല്ല നിങ്ങളെ കൊടുക്കാത്ത ക്യൂരിയോസ് ആയിരിക്കുന്നത്. ഇടാ ഇവിടേക്ക് ഒന്ന് പൊട്ടിച്ചു തന്നെ. എന്റെ ഇതൊക്കെ ഞാൻ മൊത്തം ഇതാക്കാൻ എന്ത് വളയണോ? ഒരു ലെയർ പൊട്ടിച്ചു തരാൻ പറഞ്ഞപ്പോ അവൻ എനിക്കൊന്നും കണ്ണു എനിക്ക് കണ്ണേ കാണുള്ളൂ. സ്പൈഡർ ഒളിച്ചിരിക്കുന്നു. ഇത് മറ്റേ ബോട്ടിൽ സ്പൈഡർ നോക്കിയടാ ഒരെണ്ണിരിക്കണേ. ഇതൊക്കെ വിട്ട് കാണാൻ. എനിക്കിത് ബഗ്ഗടിച്ചാണ് ഞാൻ പിക്കാക്സ് എറിഞ്ഞിട്ട് പോടാ. വേണ്ട ഇതുണ്ട്. എന്തുവാണ് ചെയ്യണേ? അവിടെ ഒരു ലെയർ പൊട്ടിക്കാനാടാ പറഞ്ഞ നിന്നോട്. പാട്ടി ഇനി ഗൈസ് അടുത്തത് നമ്മുടെ വില്ലേജ് ബ്രീഡർ ആയിരിക്കും ഗൈസ് ഉണ്ടാക്കാൻ പോണേ. നീ അടിച്ച എനിക്കൊന്നും ആവില്ലടാ. ഇത് നോക്കിയ നീ ഇപ്പൊ കണ്ട്. ഞാൻ നല്ല ഗ്രൈൻഡിങ് ആയിരുന്നു. ഇവന്റെ വീട് കെട്ടുന്ന സമയത്ത് ഞാൻ എന്റെ ആർമർ തെറ്റിയത്. അവിടെ സെറ്റാണ് ഗൈസ്. എല്ലാം ഉണ്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കണം ഗൈസ്. ഞാൻ അവിടെ ഒരു ആർമറില്ല. എന്തായാലും എന്റെ ആർമർ പൊട്ടാറായി. അപ്പം മെൻറ്റിങ് കിട്ടിയിട്ട് ചേർക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആർമർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെടുത്ത് കഴിഞ്ഞാൽ പട്ടിച്ചാൻ്റെ അടുത്ത് അവനെടുത്തു. അങ്ങനെയാണ് ഗൈസ് അവന് ഇത്ര ഓപ്പ് കിട്ടി. എൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ത്രോൺസ് ഉണ്ടായിരുന്നു ഗൈസ്. അവന്റെ തോൺസാണ് ഞാൻ എടുത്തിട്ട്. പിന്നെ നമുക്ക് 4 ഇതാക്കണം ഗൈസ്. 4 എടാ നമ്മളിതേപ്പോ എങ്ങനെ നീ എങ്ങോട്ടേലും പോവും? എന്തുവാടാ നീ ചേട്ടനെ വിളിക്കടാ, സെറ്റ് ചെയ്ത് തരാം. വൃത്തികേടാക്കിയ വിളിക്കും. വൈറ്റ് ഡൈ ഒപ്പിക്കാണ് ഏറ്റവും പാട് ഗൈസ്. അത് നമ്മുടെ ചേട്ടനുള്ളതുകൊണ്ട് ചേട്ടൻ സോൾസ് ആൻഡ് വാലി പോയി അടിച്ചാണ് കിട്ടും ഗൈസ്. ഇപ്പം നിങ്ങൾ വിളിക്കുക എന്തിനാണ് ഞാൻ ഈ നെതറിൻ്റെ സാധനം മുകളിലേക്കാക്കിയത്? പക്ഷെ പറഞ്ഞു കൊടുക്ക്, പറഞ്ഞുതരാം. അടിയിൽ ഒട്ടും സ്ഥലമില്ല. അവിടെ ഒട്ടും സേഫും അല്ല.
പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവിടെ ബ്രിഡ്ജ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ബ്രിഡ്ജ് നിങ്ങൾക്ക് അറിയാലോ, മുകളിലാകുമ്പോൾ അത്ര കേവുകൾ കുറവാണ്, ഓപ്പണുകൾ കുറവാണ്. ഇതിപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ബെഡ് റോക്ക് ലെവലാണ്. അത്ര ബെഡ് റോക്ക് ലെവൽ പോലെ ഏതാണ്ടൊക്കെ ബെഡ് റോക്ക്. കാണിച്ചു തരാം ഗൈസ്. ഇത് എത്ര ഇത് കുഴിച്ചാണ് ബെഡ് റോക്ക് രണ്ട് ഇത് പൊട്ടിച്ചാൽ നമുക്ക് ബെഡ് റോക്ക് കാണാൻ. ബെഡ് റോക്ക് പൊട്ടിച്ചേ ഞാൻ പൊട്ടിക്കുവേ. പൊട്ടിക്ക്. ഇത് എനിക്ക് പൊട്ടിക്കാറുണ്ടോ? ഇത് പൊട്ടുന്ന നീ കണ്ടോ? എടാ നമുക്ക് ഇനി ഇതും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടി കയറും കഴിയില്ല. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ എൻട്രൻസ് ആക്കിയിരുന്നു. നമുക്കൊന്ന് അടിക്ക് ഇറങ്ങി നോക്കിയാലോ? ഞാനില്ല. നീ പോവാ? ഇല്ലാണ്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്? പക്ഷെ അടിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കയറും. ഓ നമ്മുടെ വീട്, നമ്മുടെ മനോഹരമായ വീട്. സോറി എൻ്റെ അല്ല, എൻ്റെ അനിയൻ പട്ടിയുടെ വീട്. നമുക്ക് എൻ്റെ വീഡിയോസ് ഞാൻ മുകളിലത്തെ നിലയിൽ ഉണ്ടാക്കണം ഞാൻ വിചാരിക്കണേ. റൂം ഞാൻ എൻ്റെ റൂം ഇപ്പൊ തന്നെ കാണിച്ചത്. ഇതാണ് എൻ്റെ റൂം. എടാ എന്താണ് അങ്ങനെ ഒരു സീൻ? നിന്റെ റൂം ഇതാണ് ഗെയിമിംഗ് റൂം. ഞാൻ പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ റൂം. എടാ നോക്കി മറ്റേ സ്വഭാവം കാണിക്കല്ലേ. മോളിൽ പോടാ ഞാൻ പുറത്ത് നിൽക്കാണല്ലോ. മോളിൽ പോടാ പട്ടി. എടാ പോയി, ഞാൻ പുറത്ത് നിൽക്കാണെന്ന്. പോയി. ഞാൻ പോയി. അപ്പോൾ ബൈ ബൈ. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ റൂം. അതും ഏതാണ്ടൊക്കെ വലുതാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം എൻ്റെയൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ചേട്ടൻ നോക്കിക്കോളൂ, എൻ്റെ ഞാൻ നോക്കിക്കോളൂ. അങ്ങനെയാണ് കേസ്. ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ ചെയർക്ക് ഇട്ടൊരു ഹാള് പോലെ സെറ്റ് ചെയ്യും. ഇവിടെ ആയിരിക്കും കൈസ് എൻ്റെ റൂം. പിന്നെ ഇവിടെ എൻ്റെ ഗെയിമിംഗ് റൂം കൈസ്. എന്തൊക്കെയാണ് നമ്മുടെ ഇത് കിട്ടണം. പിന്നെ അല്ല പൊട്ടിക്കൊണ്ടിരുന്നു. എന്തൊക്കെ കാറ് കിട്ടി മിന്നലും. क्या है साला? ഇതിത്തെ ലൈക്ക് ട്രാക്ക് 40 ലൈക്കാണ്. വെറും 40 ലൈക്ക്. ചേട്ടനല്ലേ ഞാൻ ഇങ്ങോട്ട് ഇവിടെ നമുക്ക് ആദ്യം ഒരു ഇങ്ങനെ ഈ 4 ഇങ്ങനെ സ്ക്വയർ പോലെ സോഫ ഇടില്ലേ? അതിനെന്താ പറയുക? കോർണർ സോഫ. നല്ല തീരുമാനം. എത്തി. എവിടെ? ഞാൻ നിന്റെ വീട്ടിലുണ്ട്. ഏതോ ഒരു പെണ്ണ്. ഏതൊരു പെണ്ണ് എൻ്റെ കൂടെ കിടക്കട്ടെ. അപ്പൊ ഞാൻ വിടില്ല. ഇതെന്റെ സാധനം. പോടാ. എന്തുവാ വയർ? പാർക്കോറിയല്ല എന്റെ പാർക്കോള. ഇനി നമുക്ക് ഒരു ഹാഡ്. എന്റെ പട്ടി വരുമ്പോ ഹെൽമെറ്റ് പൊട്ടിച്ചാ പൊട്ടിക്കും. വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കി എന്നിട്ട് അയൺ ഫാം ഉണ്ടാക്കിയിട്ട് മതിയല്ലേ? നീ ഫ്രണ്ടിൽ കൂടെ കയറിയാ മതി. ഇവിടെ ആർക്കും നിർബന്ധമൊന്നുമില്ല. ഏയ് എന്റെ സാധനം ഇങ്ങനെ സെറ്റപ്പ് ആക്കിട്ട് നീ ഇതിൽ ഇപ്പൊ തന്നെ ഞാനിവിടെ വന്നിട്ട് അറിയില്ല. പഠിച്ച പറ്റി അടുത്ത വീഡിയോ നമ്മൾ ഇന്റീരിയർ ആണ് ചെയ്യാൻ പോകുന്നത്. എക്സ്റ്റീരിയർ ഇന്റീരിയർ
എക്സ്റ്റീരിയറും ഇന്റീരിയറും അറിയാത്തവർക്ക് നമ്മുടെ ചേട്ടൻ പറഞ്ഞു തരും. Guys, ഞാൻ കുറെ interior ആൾക്കാരെ പറഞ്ഞാ- കൊന്നിട്ടുണ്ട്. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്, എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്. നല്ല വിദ്യാഭ്യാസമാണല്ലോ, പഠിക്കണ്ട ടൈം പഠിക്കണ്ട. അതിന് എനിക്ക് പറയാനുള്ളത് പെണ്ണുങ്ങളെ വായി നോക്കാൻ പോയത്. എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു. എടാ ഹെഡ് ഷോട്ട്, ഹെഡ് ഷോട്ട് കിട്ടി. വലിപ്പിച്ച് വലിക്കോ. അരഹാട്ട് അരഹാട്ട്. പോയി. ഞാൻ എങ്ങാലും പോയി. ലാഗടിച്ച് പോളാം. പത്തി പത്തി വേണ്ട സീനോട്ടാ സീന അരഹാട്ട്. എടാ അത് തന്നെ എടുക്കണം തന്നെ. ഇത് വിട്ടാപ്പളേക്ക് പോയ ഇതുകൊണ്ട് വിട്ട ഇതടിക്കില്ല തോന്നുന്നല്ലേ. ഇത് നോട്ടെ അവിടെ നിന്നില്ല. വെള്ളം വേണം ഇതിനുള്ളൊക്കെ. ഇതിന്റെ ഇതിനുള്ളൊക്കെ നിറയ്ക്ക് എന്താ മണി പട്ടി. bloody fool. ഞാൻ വേണ്ട അടിക്കും വേദനിക്കും. You fool. You fool. You fool. You fool. You bloody fool. ചെക്കനങ്ങനെ ഇതായി. ഞാൻ കൈ കൊണ്ട് അടിക്കുന്നത് അത് അറിയണം. ഞാൻ അടിച്ചിട്ടാവട്ടാ മോനെ അരഹാട്ട് കൊല്ലണ്ട ചത്തുടയ്ക്കാളെ പറ്റി. ഞാൻ നിർത്തില്ലാണ്ട് ഞാൻ പോയി. ഞാനൊക്കെ പോയിട്ട് ഞാൻ ഈ കുറച്ചായിരുന്നു പണിത് തുടങ്ങിയിട്ട്. ഇതിൻ്റെ നോക്കിയേ ഞാനുണ്ടോ കോട്ടടിക്ക് വെയിറ്റ് എന്താ ചെയ്യണേ. അടിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. കയറുവാ കയറുവാടാ. ശരി എന്നിവരുടെ കുഴിച്ചു നല്ല ഞാൻ ചെയ്യില്ല. അവിടെ പട്ടി അവനറിയാ ഞാൻ കയറൊന്നും ഒറ്റടിക്ക് തീർന്നു. നിങ്ങൾക്കറിയാമോ എനിക്ക് അക്വ ഫിൻറ്റുള്ള കാര്യം? ഇല്ല. എന്താ കളിക്ക് ഞാൻ അവിടെ ഒന്ന് അടിച്ച് നശിപ്പിക്കുവേ. ആഹാ എന്റെ അടിക്കില്ലേ നീ കാണിച്ചിരാളാ എന്റെ ഓഹോ കളിക്കുന്ന തീർന്നു കൈസ് തീർന്നു. സ്പോയിലർ അല്ലേ. തീർന്നല്ലോ. അത്രയോ ഉള്ളു ഗൈസ്. കൊന്നല്ലേ കാണിച്ചു തരാം. ഇവന് ആക്സിഡന്റ് അടിക്കില്ല. ഓ ഈ കയ്യിൽ മൊത്തം ചവറും എന്നെ പറ്റി ഓർമ്മ. ഇവൻ ആക്ച്വലി കളിക്കാതെ കേട്ടാ ഞാൻ വിട്ട് പോട്ടെ കൊണ്ട് ഇവന് ഒറിജിനലായിട്ട് ആർമർ ചെയ്ത് എന്നെ കൊട്ടി ഗൈസ്. എന്റെ ആർമർ കാണാ ഞാൻ മറ്റേ പോയി നോക്കട്ടെ ഫാമിലി കണ്ടില്ലെങ്കിൽ. ഞാൻ ചുമ്മാ ഇരുന്നൊരു പക്ഷെ നീ ചുമ്മാ ഇരുന്നൊരു അണലിയാണ് പിടിച്ചാണ് ഇളക്കി. അണലി അറിയില്ലേ? പശുവിന്റെ തലയൊക്കെയുള്ള ഒരു അണലി. അയ്യ ഇവിടെ രണ്ട് വാളുണ്ടാവും അതിന്.
പശുവിന്റെ തല, ഓ, guys, ഇവിടുന്ന് നോക്കുമ്പോ എന്താ guys ഇവന്റെ പൂച്ചയുടെ വീട്? കണ്ണ്, പട്ടക്കൂറ്റൻ ബംഗ്ലാവ്. ബംഗ്ലാവ്. എടാ എവിടെടാ പട്ടി? നോക്കി എന്റെ ആർമർ എവിടെടാ? എന്തോ ആർമർ താടാ. ഞാൻ തോന്നുന്നു എനിക്ക് എനിക്ക് എന്റെ വാളുതാ. എന്തിരി വാളടാ ആരെ നിന്റെ What, ഭയ്യ? തരാൻ പറഞ്ഞ തരിക. എന്റെ വാള് ആ നീ പോയി. ആ ഞാൻ പോയി. ഞാൻ പോയി. എങ്ങോട്ട് പോയി? ആ പോയി. ഞാൻ ലോസ്റ്റ് ഡിറ്റക്ട് കണക്ഷൻ ലോസ്റ്റ് ആയി. ഇവനൊരു പക്കാ സോഡില്ല ഗൈസ്, അറിയാമോ? ഇവൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് പോലെ ഒരു എൻചാൻഡ് ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ ചെക്കനെ ഒരു ആർമർ സെറ്റ് ചെയ്ത് കൊടുക്കില്ല. ഓക്കെ, ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ എൻ്റെ വീട് എന്തിരുതാണ് ഗൈസ്. പക്ഷെ ആ പോർട്ടലെല്ലാം വൃത്തികേടാക്കുകയാണ്. എന്തിനാ പോട്ടിൽ നോക്കണേ? ഏതൊരു കരിമൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. കരിമൻ എടാ അതല്ലേ കരിമൻ എടാ അത് തന്നെയാണ് നിന്റെ സ്കിന്ന്. ഇപ്പൊ നീ എന്നെ കാണുന്ന തന്നെയാണ് നിനക്ക് സ്കിന്ന്. അതെന്താ നമ്മുടെ സ്കിന്ന് ഡൗൺലോഡ് കൊടുത്ത? ഓ നല്ല കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ എനിക്ക് ഡൗൺലോഡ് ആവുന്നില്ല. ശരിക്കും എൻ്റെ ഒരു ക്രീപ്പ് എന്ന സ്കിന്നാണ്. എന്തായാലും തന്നെ ക്രീപ്പറും. അപ്പൊ ഇതാണ് നമ്മുടെ ഏട്ടന്റെ റൂം. ഏട്ടന്റെ റൂമിൽ ആകെ ഞാൻ എല്ലാം പണിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും എനിക്ക് ഏതാ റൂം. പിന്നെ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ ഗെയിമിംഗ് റൂം ഉണ്ടാക്കാൻ പോവാ. ഞാൻ ഗെയിമിംഗ് റൂം ഉണ്ടാക്കാൻ പോവാ. ഇവിടെ സെറ്റ് റൂമാട്ടോ കറക്റ്റ് ഒരു എടാ ഈ റൂം ഞാൻ എടുത്തോട്ടെ. ആ അതിന് വേണ്ടി എടുത്തോന്നു. ഇത് 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 എന്റെ റൂമാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കൂടുതൽ ഒന്നൊരു മോഡൽ ഹൗസ് നല്ലത്. കുറെ പെട്ടി പോലെ ഉണ്ടാവും. മറ്റേ മിഡീവൽ ടൈപ്പ് എന്ന് തോന്നുന്നു ഒരുമാതിരി. റൂഫ് കേട്ടാൽ നല്ല പണിയാണ്. എടാ ഇത് കൂടെ നമുക്കൊരു ഇത് തരണമല്ലോ. ഞാനിപ്പോ നോക്കിയേ മിറർ കൂടെ ഞാൻ നോക്കിയിരിക്കണ്ട നിന്നെ. ഞാൻ ഇപ്പൊ എങ്ങോട്ട്? ഞാൻ എന്റെ സ്കിൻ എന്താ ഡൗൺലോഡ് ആവുന്നുണ്ട്. അവന്റെ വൃത്തികെട്ട സ്കിന്ന് കാണുന്നത്. ഞാൻ നിന്റെ അവിടേക്ക് വരുന്ന എപ്പോഴും. ഇനി നമ്മുടെ എപ്പിസോഡ് അടുത്തത് വരുമ്പോൾ നമ്മളിവിടുത്തെ ഫുൾ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മൊത്തം കംപ്ലീറ്റ് ചെയ്യും. എക്സ്റ്റീരിയർ ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്യും ഗൈസ്. എക്സ്റ്റീരിയർ ഞാൻ പൊട്ടായിട്ട് പണിഞ്ഞു കഴിഞ്ഞു. അല്ല ഞാനൊന്ന് ഡെക്കറേറ്റ് ഇപ്പോഴും മാറിയില്ല. ഇതെന്തൊരു കഷ്ടമാണ് ഗൈസ്. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ സ്കിന്നുകൾ ഞാൻ പറയാം. ഞാൻ റിവ്യൂ ചെയ്യാം വൃത്തിയുടെ സ്കിന്ന്. പോ ശരിക്കും ശരി പോയാ പൊട്ടൻ. അടുത്ത ഗൈസ് പുതിയൊരു സ്കിന്ന് വരും ഗൈസ്. അപ്പൊ നമുക്ക് വീണ്ടും റിവ്യൂ ചെയ്യാം. ഈ സ്കിന്ന് വരുന്നുണ്ട് ഗൈസ്. ഈ പേട്ട സ്കിന്ന് ഇതൊന്നും എൻ്റെ അതിൻ്റെ എന്തോ കുഴപ്പമാണ്. എനിക്ക് പീസ് ഞാനും കൂടെ വന്നിട്ടുണ്ടാക്കാം. അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കിയ പോലെ എനിക്കിപ്പോ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയാലോ? ഓക്കെ വെയിറ്റ് ചെയ്യും. എന്റെ സ്കിന്ന് നോക്കിയേ. ഇപ്പൊ ഏത് കൂതറയുടെ ഫുഡ് സ്കിന്നാണോ ഗൈസ്? ഇങ്ങോട്ട് ലോക പരാജയം എന്ന് പറയാൻ കൊതിയാവണ. ഇതിനേക്കാളും സുതിയാണ് സ്കിൻ ആയതല്ലോ. അയ്യേ വീണ്ടും ആ കാര്യം എന്റെ ഫേസ് ആണെന്നാണ് പറയണത്. എന്താ വരുന്നു കണ്ട ഗൈസ്. വലിയ 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 ഒരിതാണ് എൻ്റെ. ഇപ്പം നമുക്ക് ഒരു പി സി ഉണ്ടാക്കണം. പലതും ചെയ്യണം ഗൈസ്. തണുക്കണ്. ഓ ഗൈസ് കണ്ട ഗൈസ് ഇവിടെ നിന്ന് ഞാൻ വ്യൂ കാണും. സൺസെറ്റ് മറ്റേ സൈഡായി പോയി ഗൈസ്. അത് ഇവിടെ നിന്നാലും കാണും സൺസെറ്റ്. സ്റ്റീവ് അല്ലേ ഇത്? ഇത്ര സ്റ്റീവിന് മീശയാ താടിയാ. എടാ ഞാൻ ഓരോ തവണ പോയിട്ട് വരുമ്പോ നിനക്ക് ഓരോരോ ഇതാവൂടാ. നോക്കി കുറച്ചു മുമ്പ് നീ വേറെന്തോ ആയിരുന്നു. ആരും കുഴപ്പമില്ല. നമ്മൾ ശരി വാ നമുക്ക് നിർത്താൻ മതി. ഇതൊക്കെ എഡിറ്റ് ചെയ്യണം. സോ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ ഒരു മനോഹരമായ പേട്ട വീട് കിട്ടി. വെയിറ്റ്. ഹലോ അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അടുത്ത എപ്പിസോഡിൽ നമ്മളിവിടുത്തെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. ബൈ.
ആ എന്നാ ഞാനിടും. നീ ഇവിടെ പട്ടി. ആ ഓ ഓ ക്ലാപ്പടിക്കും ക്ലാപ്പടി. എന്നാ ഞാനിടും. എന്താണ് അയ്യേ ഇതൊക്കെ എപ്പോഴും ഉള്ളത്. എങ്ങനെയുണ്ട് 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 പിക്കാക്സ് ഒക്കെ കാണിക്കണുണ്ട് അവൻ. കൊല്ലം അയ്യോ ഇതിലടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് ബൈ.